ഇതാ സാറേ വണ്ടി. ഇനി നമ്പറുണ്ട് സാർ, ഇതല്ല. വാ സാർ, ആ വണ്ടിക്ക് നമ്പറുണ്ട്. തന്നെ മറ്റേ വണ്ടി ഇവിടെ അതവിടെ വർക്ക്ഷോപ്പിലെ സാറേ. വണ്ടി കയറി. ആ കേറ്. കേറ്. ഇത് സാറേ. ഇതെന്തോ ഈ വണ്ടിക്ക് ഈ സൈഡിൽ മാത്രം നമ്പർ ഇല്ലാത്ത? സാറേ ഞാനത് ഇപ്പോഴാണ് കാണുന്നത്. എനിക്കറിയില്ല, ഞാനവിടെ പിള്ളേരോട് ചോദിച്ചോട്ടെ, ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ. ഇതാരേ വണ്ടി ഓടിക്കണേ? എന്റെ പണിക്കാരനാ ഇവിടുത്തെ ഡ്രൈവർ വെങ്കിട്. അവനെന്തേ? അവിടില്ല, ഇന്നലെ ചെന്നൈയിലേക്ക് പോയേക്കാ. ചെന്നൈയിലേക്ക് പോയേക്കാ. എന്തിന്? ഞങ്ങളുടെ ഒരു ബോർവെല്ലിന്റെ ലോറി കൊടുക്കാൻ വേണ്ടി വെങ്കിടും എൻ്റെ അനിയൻ ജിജോനും കൂടി പോയത്. എപ്പോഴാ പോയേ? ഇന്നലെ വൈകിട്ട്. എന്താ ഇപ്പൊ ലോറി കൊടുക്കാനുള്ള കാരണം? ഈയിടെയായിട്ട് കുറച്ച് നഷ്ടത്തില്ല സാറ്. പിന്നെ കുഴിക്കണോടത്തൊന്നും നേരിച്ച് വെള്ളം കിട്ടണല്ലേ. കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്യാൻസലായി പോയി. പിന്നെ അതേ ഇതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എല്ലാം കൂടി ഇപ്പൊ ആകെ ടെൻഷനായി. അതുകൊണ്ട് ലോറി കൊടുക്കാനുള്ള കാരണം. എന്താ സാറേ പ്രശ്നം? ഈ വെങ്കിട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ട് എത്ര നാളായി? ഒരു 4 മാസമായിട്ടുണ്ട്. ഈ വെങ്കിട് ആ റൂമിൽ പോയി കിടക്കാറുണ്ടോ? ഇടയ്ക്ക് പോയി കിടക്കാറുണ്ട് സാറ്. സാർ, ഇതിന്റെ താക്കോല് തന്നെ ഉണ്ടോ? ഇല്ല സാറേ. ഫ്ലെക്സ് തുറക്കാം.
ഫെലിക്സ്, സാർ. ഫോറൻസിക്കിനെ വിളിക്കാം. ഓക്കെ സാർ. താനോട് വന്നേ. ഈ വെങ്കട് എങ്ങനെയാള്? ആള് പാവണ് സാർ. അങ്ങനെ അത് ആരോടും സംസാരിക്കാറില്ല. പിന്നെ നല്ലോണം പണിയെടുക്കും. എവിടെ അയാളുടെ സ്ഥലം? തമിഴ്നാട്ടില് ആ? തമിഴ്നാട്ടിലാണെന്നറിയാം, കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ. അയാളുടെ ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഫോട്ടോ സാർ, ഫോറൻസിക്കാരുടെ അതിനകത്ത്. ഇതാ സാർ. ഇവർ ചെന്നൈയിലേക്ക് പോയ ശേഷം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഇന്ന് രാവിലെ എൻ്റെ അനിയൻ വിളിച്ചായിരുന്നു. അവിടെ എത്തിയെന്നും പറഞ്ഞു. എപ്പോഴാണ് അവർ വരണേ? ലോറി കൊടുത്ത് കാശ് കുറച്ച് കിട്ടിയ ഉറക്കെ പറയും. ലോറി കൊടുത്ത് കാശ് കിട്ടിയാൽ ഉടനെ തന്നെ അടുത്ത ട്രെയിൻ തിരിച്ചു വരുന്ന പറഞ്ഞു. ഈ വെങ്കടിന് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഫ്രണ്ട്സായിട്ട് അധികം ആൾക്കാരൊന്നുമില്ല സാർ. പിന്നെ പ്രസാദ് എന്ന് പറഞ്ഞൊരു അണ്ണനാണ് അവനോട് കൊണ്ടുവന്നത്. പ്രസാദ്? അതെ, ആരേ പ്രസാദ്? ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളാ. ഇത്തിരി പ്രായമുണ്ട്. പ്രസാദ് അണ്ണൻ എനിക്ക് അവനെ പരിചയപ്പെടുത്തി തന്നത് വെങ്കടിന്. ഈ പ്രസാദ് ഇപ്പോൾ ഇവിടെ ഉണ്ട്? പ്രസാദിന് ഇവിടെ ഇല്ല. പ്രസാദ് അണ്ണൻ ജോലി മതിയാക്കിയാണ് എൻ്റെ നാട്ടിൽ പോയി. എന്താ ജോലി നിർത്താനുള്ള കാരണം? അത് ഞാനും ചോദിച്ചിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു തീരെ വയ്യ, എനിക്കിനി ജോലിയൊന്നും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ നാട്ടിൽ പോകാമെന്നാ പറഞ്ഞു. നാട്ടിലേക്ക്? ആ. എവിടെ അയാളുടെ നാട്? തമിഴ്നാട് ബോർഡർ കൊളുക്കുമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇയാളൊന്നും ഞങ്ങളുടെ കൂടെ അവിടം വരെ വരേണ്ടി വരും. വരാം സാർ.